ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ആന്തരികമായ പരിവർത്തനങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ബാഹ്യമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിലും കാര്യമായ പ്രകാശം പരത്തുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുതിയ വസ്ത്രത്തുണ്ട് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നരുത്. കുറേ കഴിയുമ്പോൾ രണ്ടും ഇങ്ങനെ കീറി നിങ്ങൾ ആദ്യത്തിനേക്കാൾ അപഹാസ്യനാവും. പാച്ച് വർക്കല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ വെക്കരുതെന്നൊക്കെ യേശു പറയുന്നത് അതിൻ്റെ തന്നെ. പക്ഷെ അത്രയും വീര്യം താങ്ങാനായിട്ട് ആ പഴയ തോൽക്കൂടത്തിന് ബലമുണ്ടാവില്ല. അടിമുടി സംഭവിക്കേണ്ട ആന്തരിക പരിവർത്തനത്തിൻ്റെ ദൂതാണ് അഷ്ടഭാഗ്യങ്ങൾ. നമ്മളതാണ് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അകത്തുള്ള മാറ്റമല്ലാതെ മറ്റൊരു മാറ്റവും ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എന്നതിന് വേണ്ടി നമുക്ക് വളരെ പഴയൊരു കഥയുണ്ടല്ലോ ഈ ദേശത്ത്. ഒരു എലി ഒരു മജീഷ്യൻ്റെ അടുക്കൽ, മാന്ത്രികൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, എനിക്ക് പൂച്ചയെ പേടിയാണ്, അതുകൊണ്ട് നീ നിൻ്റെ കഴിവുകൊണ്ട് എന്നെ പൂച്ചയാക്കണം. അയാളതിനെ പൂച്ചയാക്കുന്നു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പൂച്ചയായി മാറിയ പഴയ എലി മാന്ത്രികനെ തപ്പി വന്നിട്ട് പറയുന്നു, ഇല്ല, എനിക്ക് നായയെ പേടിയാണ്, നായയാക്കാം. പിന്നീട് ഈ നായ വന്നിട്ട് പറയുന്നു, എനിക്ക് പുലിയെ പേടിയാണ്. അപ്പോൾ ഈ മാന്ത്രികൻ പറഞ്ഞു, ആരംഭത്തിൽ നിന്നോട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. എത്ര നീ പുറത്ത് മാറിക്കഴിഞ്ഞാലും, നീ നായയായാലും ഇനിയിപ്പോൾ പുലിയായാലും നിൻ്റെ ഉള്ളിപ്പോഴും പഴയ എലിയുടെ തന്നെ. ഇത് വളരെ ടിമിഡായിട്ടുള്ള ഒന്നാണ്, വളരെ ഭീരുവായിട്ടുള്ള ഒന്നാണ്. അകത്തുള്ള ആ പരിവർത്തനങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വെച്ച് നീട്ടിയ ദൂതിനെ ശ്രദ്ധിക്കാതെ പോയതായിരിക്കണം പക്ഷേ ആ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഡെക്കഡൻസ്, അതിൻ്റെ ഒരു ഭംഗിക്ക്, അതിൻ്റെ മൂല്യക്കുറവിനൊക്കെ പ്രധാന ആധാരമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടുത്തെ അഷ്ടഭാഗ്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ സ്വയം ഭിക്ഷുവെന്ന് തിരിച്ചറിഞ്ഞവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഈ ഒരു ബോധം തിരിച്ചറിയുന്ന നാൾ തൊട്ട് രണ്ടാമത്തെ ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, ഈ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭിക്ഷുബോധത്തിൽ നിന്നാണ് ഈ വിലാപം ആരംഭിക്കുന്നത്. അസിസിലെ ഫ്രാൻസിസിനൊക്കെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. ഒരിക്കലും അയാൾക്ക് താനൊരു ഭിക്ഷുവാണെന്ന് അനുഭവപ്പെട്ടിട്ടില്ല. സദാ അശ്വത്തിലേറിയ ഒരു യാത്രയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇയാൾക്കിതെല്ലാം നഷ്ടമാവുകയാണ്. ഇയാൾ വല്ലാത്ത ഒരു സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ആ സ്നേഹാനുഭവത്തിന് ശേഷം ഈ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്, സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ എൻ്റെ സ്നേഹമേ. ശരിയായ ഭിക്ഷു ഇത് തന്നെ. പെട്ടെന്നൊരു ദിവസം അയാൾക്ക് പിടുത്തം കിട്ടുന്നു, തനിക്ക് ലഭിച്ച ഈ ഒരു സ്നേഹത്തിന് യാതൊരു അർഹതയുമില്ലായിരുന്നു. ഈ സ്നേഹം തന്നിന്നോളം തിരിച്ചറിഞ്ഞില്ലല്ലോ. ഇതോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഉന്മാദിയാകാതിരിക്കാനായിട്ട് തരമില്ല. ലോകമെമ്പാടുമുള്ള മിശ്രിതത്തിലുള്ള മഹാപുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഈ നിലവിളിയിലേക്ക് ഇങ്ങനെ വലിച്ചെറിയപ്പെട്ട മനുഷ്യരാണ്. അവരിങ്ങനെ നിരന്തരം കരഞ്ഞുകൊണ്ട് നടന്നു. ഏതാണ്ട് ഒരു 6 മാസത്തോളം ഈ മനുഷ്യൻ നിലവിളിയിൽ തന്നെയായിരുന്നു ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഭിക്ഷാനുഭവത്തിൽ നിന്ന് ഒക്കെ ഇതാ ഓർത്താൽ കണ്ണു നിറയാനുള്ള കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വൈകി ചെല്ലുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി അത്താഴം മൂടിയിരിക്കുന്ന ഒരു സ്ത്രീ, ഈ ഒരു ദിവസത്തിന് മുഴുവൻ ക്ലേശങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവരിങ്ങനെ വിളക്കും കൊളുത്തി കാത്തിരിക്കുന്നത്? നിങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കാൽമുട്ടിൽ പിടിച്ചുകൊണ്ട് എന്നെ കൂടാതെ പോകരുത് ശടിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ, രാത്രി വൈകുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ വെരുകിനെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന, എൻ്റെ അവൻ വരാൻ വൈകി എന്നൊക്കെ ഓർത്തിട്ട് അറിയാവുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചു ചോദിക്കാനായിട്ട് വീട്ടിലുള്ളവർ ആവശ്യപ്പെടുന്ന വയോധികരായ മാതാപിതാക്കന്മാർ. ഓർത്താലിങ്ങനെ കരച്ചിലുള്ള കാരണങ്ങൾ മാത്രമേ ജീവിതത്തിലുള്ളൂ. എന്നിട്ടും ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളിതൊക്കെ മറന്നു പോകുന്നു. നമുക്ക് ആ പത്രോസിൻ്റെ തലവരെയാണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ കൗതുകങ്ങളിൽപ്പെട്ട് നമ്മൾ അത്തരം വലിയ സ്നേഹാനുഭവങ്ങളുടെ ആ കാഴ്ചയിൽ നിന്നും ഓർമ്മയിൽ നിന്നും തെല്ലുനേരത്തേക്കെങ്കിലും പുറന്തള്ളപ്പെടുന്നു. ഓർമ്മയിൽ എപ്പോഴും ആ വിസ്മൃതി എന്ന് പറയുന്ന ഒരു അപരാധം, കാരണം ഓർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ര സ്വാഭാവികമല്ല. അതിങ്ങനെ ഒരാളുടെ മെഡിറ്റേഷനിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിസ്മൃതി എന്ന് പറയുന്ന ഒരു അപായം എപ്പോഴും കാത്തിരിപ്പുണ്ട്. പത്രോസൊക്കെ മറന്നുപോയി. എന്നിട്ടൊരു നിമിഷത്തെ നോട്ടം കൊണ്ട് അയാളെ വീണ്ടെടുക്കാനായിട്ട് യേശുവിനെ പറ്റി വല്ലാത്തൊരു നോട്ടമാണ്. ഇങ്ങനെ വലിയൊരു കയമില്ലാത്ത കിണറിലേക്ക് നോക്കുന്ന കണക്കുള്ള അഗാധമായ മിഴികളിലേക്ക്
നോക്കിയ പീറ്റർ ഇങ്ങനെ കരഞ്ഞ് 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 അയാൾക്ക് പിന്നീട് 2 ചാലുകളുണ്ടായെന്നാണ് പാരമ്പര്യം പറയുന്നത്. അയാൾക്ക് ഇങ്ങനെ വശങ്ങളിലായിട്ട് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരുപക്ഷെ ശരിയായിരിക്കാം. കരഞ്ഞ് കരഞ്ഞ് മനുഷ്യർക്ക് ചാലുകളുണ്ടാകുമോ? അപ്പോൾ ഇത്രയും കരച്ചിലുകൾ എവിടെയാണ് മനുഷ്യൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ഏറ്റവും സ്ഥായിയായ ഭാവം ഈ കരച്ചിലാണെന്ന് തോന്നുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ആ ഒരു പ്രഭാഷണങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്ന ആ പഴയ കഥ കണക്കും തനിക്ക് സന്തോഷമില്ലെന്ന് പറഞ്ഞ് തൻ്റെ ഡോക്ടർ അടുക്കലേക്ക് വന്ന് പരാതിപ്പെടുന്ന ഒരു മനുഷ്യനോട് ഡോക്ടർ കൊടുത്ത വഴി തൊട്ടടുത്ത് നടക്കുന്നൊരു സർക്കസ് ഉണ്ട്. അതിനകത്തൊരു കോമാളിയുണ്ട്. അയാളിങ്ങനെ ചിരിക്കാത്ത മനുഷ്യനെയും കല്ലിനെ പോലും, ഇങ്ങനെ കാറ്റ് പിടിക്കാത്ത കല്ലിനെ പോലും അയാൾ ചിരിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ കുനിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കോമാളി ഞാൻ തന്നെ. അപ്പോൾ മനുഷ്യരെ ആ ചിരിപ്പിക്കുന്നു കരുതുന്ന മനുഷ്യരുടെ ഉള്ളിനകത്ത് എന്തുമാത്രം കരച്ചിലുണ്ട്. നമ്മുടെ ഒരു നടനെക്കുറിച്ച് പോലും അങ്ങനെ ഒരു നിരീക്ഷണം അടുത്ത കാലത്ത് വായിച്ചു. ഒരു പക്ഷേ ഈ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിരുന്ന നടൻ ഒരു കാലത്ത് തൻ്റെ പുഞ്ചിരി കൊണ്ട് ഇങ്ങനെ തിയേറ്ററുകളെ ഭാസുരമാക്കിയ, വെള്ളിത്തിരെ പ്രകാശിപ്പിച്ച മനുഷ്യൻ. പക്ഷേ ആ പഴയ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇങ്ങനെ അഗാധങ്ങളിൽ എവിടെയോ വല്ലാത്തൊരു വിഷാദം കിടപ്പുണ്ട്. ഒത്തിരി രോഗപീഠകളുമൊക്കെ അത്തരം കാലങ്ങളിൽ ആ മനുഷ്യൻ കൊണ്ടു നടന്നിരുന്നൊക്കെ പിന്നീട് അറിഞ്ഞ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം ഇങ്ങനെ വിഷാദമാണോ? മരങ്ങളുടെയൊക്കെ വേരുകൾ ഇങ്ങനെ തടാകങ്ങളിലേക്ക് ചാഞ്ഞു പോകുന്ന കണക്ക് ആ മനുഷ്യൻ്റെ വേരുകൾ ഇങ്ങനെ വിഷാദത്തിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ടോ? നമുക്കിങ്ങനെ അസന്തുഷ്ടി എന്ന് പറയുന്നൊരു ഘടകം നമ്മുടെ കാലത്തെ ഒരു സാധാരണ കാഴ്ച. സന്തുഷ്ടരായ എത്ര പേരെ നമ്മൾ കാണുന്നുണ്ട്? പുഞ്ചിരിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളരെ സൗമ്യതയോടുകൂടി ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചധികം കാലമായി. അപ്പോൾ ഈ മനുഷ്യനായിരിക്കുന്നു എന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നൊരു കപ്പമാകുന്നു ഈ കരച്ചിലെന്ന് തോന്നുന്നു. നമുക്കെപ്പോഴും ഇതിനെക്കുറിച്ച് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. എന്തിനാണ് മനുഷ്യൻ കരയുന്നത്? സങ്കടങ്ങളിൽ ഇത്രയും സങ്കടപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് അഷ്ടഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു രണ്ടാമത്തെ ഒരു സമാശ്വാസം. സങ്കടങ്ങളുടെ മനുഷ്യനെന്നാണ് യേശുവിന് തന്നെ പ്രവാചകന്മാർ പേരിട്ടിരിക്കുന്നത്. യെശയ്യാ എത്ര ഇടങ്ങളിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ സഫറിങ് സെർവൻറ്റ്, ഇങ്ങനെ സഹിക്കണ ദാസൻ. സഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഉള്ളിൻ്റെ ഉള്ളിലൊരു നിലവിളി കൊണ്ടു നടക്കാമെന്നല്ലാതെ മറ്റെന്താണ്? എല്ലാ മേഘവും മഴയായിട്ട് പെയ്യാത്ത കണക്ക് ചിലപ്പോൾ മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളും കണ്ണീരായിട്ട് പെയ്യണമെന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഗാധമായൊരു ഭാരം കൊണ്ട് നടന്നിരുന്ന മനുഷ്യൻ. യേശുവിൻ്റെ സങ്കടത്തിൻ്റെയൊക്കെ ഒരു തീവ്രത അറിയണമെങ്കിൽ യേശു പറഞ്ഞൊരു വാക്കിനെ എടുത്ത് ധ്യാനിക്കണം. എന്താണത്? എൻ്റെ ഹൃദയം മരണത്തോളം അസ്വസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ എബൌട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്നൊക്കെ. എനിക്കിങ്ങനെ മരിക്കാൻ തോന്നുന്നു. സങ്കടങ്ങളുടെയൊക്കെ ഒരു ആധിക്യത്തിൽ അങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യരാരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? മരിച്ചിരുന്നെങ്കിൽ ഭൂമി പിളർന്ന് തങ്ങളെ കൊണ്ടുപോയിരുന്നെന്നൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യർ. അത്രയും ഇങ്ങനെ സങ്കടങ്ങളിലൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കണം ലോകം ഇപ്പോഴും അവനോട് ഇത്രയും സ്നേഹത്തിലായിരിക്കുന്നത്. കാരണം പുഞ്ചിരിച്ച ഒരു മനുഷ്യനോടും പൊട്ടിച്ചിരിച്ച് കടന്നുപോയൊരു മനുഷ്യനോടും ലോകത്തിന് അത്രയും ആഭിമുഖ്യം അനുഭവപ്പെടണം തോന്നുന്നില്ല. കാരണം പൊതുവായ തട്ടകം എന്ന് വിശേഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമുള്ള ഈ സങ്കടങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരാൾ റിയലാണെന്നൊക്കെ അനുഭവപ്പെടുന്നത്. ബാക്കി ഒന്നും അത്ര റിയലാണെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ളതൊക്കെ അയാൾക്ക് മീതെ അണിയുന്ന ആടയാഭരണങ്ങളുടെ ഭാഗമാണ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയും ഒരു വിഷമം ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുക. വാസ്തവത്തിൽ ഇപ്പോഴുള്ള എല്ലാ നല്ല ബന്ധങ്ങളും ആരംഭിക്കുന്ന മനുഷ്യർക്ക് സങ്കടങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ ഒരു സങ്കടങ്ങളും തിരിച്ചറിയുമ്പോഴേക്കും നമുക്കിങ്ങനെ മനുഷ്യരുടെ കമ്പാഷനേറ്റ് ആകാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് ചില മനുഷ്യർ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ചില മനുഷ്യർ അത്തരം നേരങ്ങളിൽ ഇങ്ങനെ ചില രീതികളിൽ അഭയം തേടി അല്ലെങ്കിൽ ആശ്രയം തേടി വന്നു എന്നുള്ളതൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന എല്ലാത്തരം രോഷത്തിൻ്റെയും മഞ്ഞുമലകളിൽ നിന്ന് ഉരുകിപ്പോകും. കരഞ്ഞ മനുഷ്യൻ നിലയിൽ തന്നെ വേദപുസ്തകം അവിടുത്തെ അടയാളപ്പെടുത്തുന്നത്. എന്നോർത്താൽ കൗതുകരമാണ്. ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് തന്നെയല്ലേ ഓരോ കുട്ടിയുടെയും വരവ്. രാത്രിയുടെ നിശബ്ദതയിലോ അല്ലെങ്കിൽ ഈറ്റുമുറിയുടെ നിശബ്ദതയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ നിലവിളി വരുന്നു. നിലവിളിയും പ്രാണനും തമ്മിൽ അത്രയും ബന്ധമുണ്ട്. ഒരു കുട്ടി നിലവിളിച്ചില്ല എന്നുള്ളത് വാസ്തവത്തിൽ ഒരു മിഡ്വൈഫിനെ ആകുലപ്പെടുന്ന പ്രശ്നമാണ്. എന്തുകൊണ്ട് കുട്ടി നിലവിളിച്ചില്ല? അത് കുട്ടിയുടെ ജീവനെന്തോ അപകടമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ്. അപ്പോൾ ഈ നിലവിളിയും ഈ പ്രാണനും തമ്മിൽ അത്രയും ബന്ധമുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾക്കകത്തുനിന്ന് ഇങ്ങനെ ബോധപൂർവം സങ്കടങ്ങളിൽ നിന്ന് വഴുതിമാറിയൊക്കെ ജീവിക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആവശ്യമില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടി ആയിരിക്കണം ഇത്. എന്ന് വെച്ചെന്നാൽ ഇതിനകത്ത്
നമ്മൾ പറയുന്ന കണക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ തലം കൂടിയുണ്ട്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ എങ്ങനെയാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റണമെന്ന് മനസ്സിലാകുന്നത്. പറയുമ്പോൾ ആ ഉള്ളി കിടപ്പുണ്ട്. ഇങ്ങനെ വായിച്ചൊരു പുസ്തകത്തിൻ്റെ ശീർഷകം കണക്ക് ഇങ്ങനെ മുള്ളിൽ നിന്ന് തേൻ നൂരാന്ന് പറയുന്ന സമയം, ലിക്കിങ് ഹണി ഔട്ട് ഓഫ് തോൺ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. മുള്ളാണ്, പക്ഷേ പിഴിഞ്ഞ് വരുമ്പോഴേക്കും അതിനകത്തുനിന്ന് എന്തോ ഒരു തേൻ മധുരമുണ്ട്. അതിങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മനുഷ്യനായിരിക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന കപ്പമാണെന്ന് തിരിച്ചറിവിലൊക്കെ ഉണ്ടാകുന്ന ഒരു മധുരാനുഭവമാണിത്. അപ്പോൾ സങ്കടങ്ങൾ അതിൽ തന്നെ അത്ര സങ്കടങ്ങളല്ലെന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ യേശു സങ്കടപ്പെട്ട 1-2 മുഹൂർത്തങ്ങളിലൂടെയൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. ചങ്ങാതി മരിക്കുമ്പോൾ മരണം ഒന്നിൻ്റെ അവസാന വാക്കല്ലെന്ന് ലോകത്തെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ നസ്രത്തിൽ യേശുവാണ്. മരണം അടയുന്ന വാതിലല്ല, തുറന്ന വാതിലാണെന്ന് പിടുത്തമുള്ള ഒരാൾ. എന്നിട്ട് എന്തിനാണ് വാവിട്ട് കരയുന്നത്? ആ കരച്ചിൽ കണ്ടുകൊണ്ടാണ് ആൾക്കൂട്ടം പറയുന്നത്, നോക്കൂ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിൻ്റെ എപ്പോഴും ഒരളവുകോലായിട്ട് കണക്കാക്കുന്ന ഒന്ന് കണ്ണീരാണ്. അപ്പോൾ സ്നേഹത്തിന് വാഴ്ത്തു തരുന്ന ഒരു ജീവിതം, സ്നേഹത്തിന് വാഴ്ത്തുന്ന ഒരു പുസ്തകത്തിനകത്ത് കണ്ണീരിനുള്ള വാഴ്ത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നീട് ഒരിടത്ത് ഒരു സ്ത്രീ ഇങ്ങനെ വാവിട്ട് കരയുമ്പോൾ യേശു പറയുന്നത് അത് തന്നെയാണ്, നോക്ക് അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. മനുഷ്യൻ്റെ ആ കരച്ചിലും സ്നേഹവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ കരയുക. സ്നേഹത്തിൻ്റെ ആബ്സെൻസിൽ എന്തിനാണ് കരയുന്നത്? വാസ്തവത്തിൽ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെന്ന് പോലും പിടുത്തം കിട്ടുന്നത് ആരുടെ കണ്ണ് നമുക്ക് വേണ്ടി നനയുന്ന ഉള്ള ഒരു ധൈര്യത്തിലാണ്, ഉറപ്പിലാണ്. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ മനുഷ്യമായിട്ടൊക്കെ ഒരു കൂട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ദുഃഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആകുലതയൊക്കെ പങ്കുവയ്ക്കുമ്പോൾ പെട്ടെന്ന് കേൾവിക്കാരുടെ കണ്ണ് നിറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കണ്ണിലെരിയുന്നുണ്ട്. പിന്നീട് ജെറുസലേമിൽ നോക്കി യേശു കരയുന്നുണ്ട്. ഒക്കെ ഇങ്ങനെ നിസ്സഹായത എന്നുള്ള കരച്ചിൽ കൂടിയാണ്. കരച്ചിൽ അങ്ങനെ ഒരു തലം കൂടിയുണ്ടല്ലോ, നിസ്സഹായത എന്ന് പറയുന്നത്. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകെങ്കിൽ ഒതുക്കാൻ കൊതിച്ചതുപോലെ നിന്നെ ഞാൻ എത്രമാത്രം എൻ്റെ ചിറകോട് അണച്ചു പിടിക്കാൻ ആശിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശു ഇങ്ങനെ ഒരു നഗരത്തെ നോക്കി കരയുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തുന്ന അവൻ്റെ അവസാനത്തെ നിലവിളിച്ചുകൊണ്ട് കടന്നുപോയ ഒരാളെന്ന നിലയിലാണ് വേദപുസ്തകം നമുക്ക് അവിടുത്തെ പരിചയപ്പെടുത്തുന്നത്. എന്തിന് ദൈവം പോലും കൈവിട്ടെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരാൾ. നിലവിളിയിൽ എന്തോ അനുഗ്രഹമുണ്ടെന്നും നിലവിളിയുള്ളവർക്കൊക്കെ ആശ്വാസമുണ്ടെന്നും പറയുകയാണ് ഗിരിപ്രഭാഷണത്തിലെ ഈ അഷ്ടഭാഗ്യങ്ങളിലെ 2ാമത്തെ തലം. കണ്ണീരിൻ്റെ കാരണം എന്തോ ആവട്ടെ, നമുക്ക് ഒരു സമാശ്വാസമുണ്ട്. അതിങ്ങനെ പല രീതിയിൽ ആ സമാശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒന്നിങ്ങനെ മനുഷ്യൻ്റെ കണ്ണീരിന് മൂല്യം കൊടുക്കുന്ന ഒരു ദൈവസങ്കല്പം. സങ്കീർത്തനമൊക്കെ പറയുന്ന കണക്ക് ആകാശം ആരുടെയും കണ്ണീര് നിലവിളി തടയാറില്ല, ഭൂമി ആരുടെയും കണ്ണീര് വിഴുങ്ങാറില്ല. മനുഷ്യൻ്റെ നിലവിളികൾക്കും ആ കണ്ണീരിനുമൊക്കെ മൂല്യം കൊടുക്കുന്ന ഒരാളുണ്ട്. സ്വാഭാവികമായിട്ട് അയാൾക്ക് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചില പരിഹാരമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു വിശ്വാസത്തിലാണല്ലോ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എവിടെ നിന്നൊക്കെയോ ഒരു ഇടപെടലുണ്ടാകും. നമ്മൾ കരയുന്ന കാര്യങ്ങൾക്ക് എവിടെ നിന്നോ കൃത്യമായിട്ട് ഒരു പരിഹാരമുണ്ടാകും. പക്ഷെ എപ്പോഴും അത്തരം ഇങ്ങനെ ആകാശം വീഴ്ത്തുന്ന മഞ്ഞ കണക്ക് നിങ്ങൾക്കൊരു പരിഹാരം വേണമെന്നുമില്ല. കരച്ചിൽ അതിൽ തന്നെ ഒരു ആശ്വാസമായിട്ട് മനസ്സിലാക്കിയ എത്രയോ കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. കരഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു കഠിന ദുഃഖത്തിലൊക്കെ ആ കരച്ചിലെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു വെന്റിലേഷൻ. അതുകൊണ്ടൊക്കെയാണ് ഒരു പഴയ കവിതക്കകത്ത്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുള്ള കവിത തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഭർത്താവ് മരിച്ചു, ഒരു തരത്തിലും ഈ സ്ത്രീക്ക് കരയാൻ പറ്റുന്നില്ല. പല രീതിയിൽ അവരെ ഇങ്ങനെ പതുക്കെ പിച്ച് നോവിച്ചിട്ട് പോലും കരയിപ്പിക്കാനായിട്ട് പ്രായമുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിങ്ങനെ ഉറഞ്ഞുപോയി, സങ്കടം കൊണ്ട് ഉറഞ്ഞുപോയൊരു സ്ത്രീയാണ്. അപ്പോൾ ആർക്കോ തോന്നിയ ഒരു ചെറിയ ഒരു ഉപായം ഇതായിരുന്നു. അവരുടെ ഒരു ചെറിയ കൈക്കുഞ്ഞുണ്ട്, ആ കൈക്കുഞ്ഞിനെടുത്തങ്ങനെ ഉയർത്തി. അതോടുകൂടി ഈ സ്ത്രീ കെട്ടിവെച്ച മുഴുവൻ സങ്കടവും ഇങ്ങനെ പെയ്തിറങ്ങിയ. അപ്പോൾ ഇങ്ങനെ കരഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. കരച്ചിൽ തന്നെയായിരുന്നു. പലരുടെയും ജീവിതത്തിൻ്റെ ഇക്ലിബ്രിയം നിലനിർത്തുന്നത് പലതിനും മീതെ അവരെ അനുദപിച്ച് കരഞ്ഞിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞിട്ടും അപമാനങ്ങളിൽ കരഞ്ഞിട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരാശ്വാസമാണ്. വേദനയും വേദവും തമ്മിൽ ബന്ധമുണ്ട്. എല്ലാ ജ്ഞാനങ്ങളും സംഭവിക്കുന്നത് ഈ വേദന എന്ന് പറയുന്ന ഒരു ഇടനാഴിയിലൂടെ ഒരു ആത്മാവ് ഇങ്ങനെ ഇടറിടറി നടന്നു പോകുമ്പോഴാണ്. അതിനുശേഷം ഒരു പുതിയൊരാൾ രൂപപ്പെടുന്നു. അതിനു മുമ്പുള്ള ആളും നിങ്ങളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ചെങ്കടൽ വേർതിരിഞ്ഞു പോയത് കണക്ക് പരസ്പരം ഒരു പാലം പണിയിൽ സാധ്യമല്ലാത്ത വിധത്തിൽ അത്രയും പുതിയൊരാളാണ് രൂപപ്പെടുക. വേദനയിലൂടെ രൂപപ്പെടുന്ന ഒരു ഭംഗിയുണ്ട്.
ചിപ്പിയുടെ കഥയൊക്കെ മുതിർന്നവരോട് ആവർത്തിക്കേണ്ട കാര്യമില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനെ മണൽത്തരി ചിപ്പിക്കുള്ളിൽ പ്രവേശിക്കുന്നു. ഒരു മണൽത്തരി ചിപ്പിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇതുമാത്രം വേദനയാണ് ആ ചിപ്പിക്ക് കൊടുക്കുന്നത് എന്നുള്ള അറിയാനായിട്ട് വെറുതെ ഷൂവിൽ ഒരു ചെറിയ കല്ലിട്ട് ഈ കുഞ്ഞുങ്ങളോട് ഒരു സെക്കൻഡ് ഇരിക്കാൻ പറഞ്ഞാൽ മതി. അതിനേക്കാൾ അഗാധമായ വേദന, കാരണം ഉള്ളിൽ നിന്നാണ് ഈ വേദന വരുന്നത്. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് പുറത്തു നിന്നാണല്ലോ. അങ്ങനെ അത്രയും കഠിനമായ വേദനയിൽ കുറേ കാലം കഴിയുമ്പോൾ ഈ മണൽത്തരിയുടെ മീതെയായിട്ടൊരു സ്രവം രൂപപ്പെടുന്നു. പിന്നെയും സംവത്സരങ്ങൾ കൊണ്ട് ഈ മണൽത്തരി മുത്തായിട്ട് രൂപപ്പെടുന്നു. മനുഷ്യൻ്റെ ആ സങ്കടങ്ങൾക്കൊക്കെ ഇങ്ങനെ മുത്തായി മാറാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽപ്പുണ്ട്. പക്ഷെ അത്രയും കാത്തിരിക്കാനോ, അത്രയും വിനയത്തിലായിരിക്കാനോ, അത്രയും യാഥാർത്ഥ്യബോധത്തോട് ജീവിതത്തിൽ സ്വീകരിക്കാനോ പലപ്പോഴും നമുക്ക് കേൾപ്പില്ല. ചിലപ്പോൾ അത്രയും ഒന്നും സങ്കടപ്പെടാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാതെ കളങ്കാലിയാക്കി മനുഷ്യർ മടങ്ങിപ്പോകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സങ്കടങ്ങളെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ബലമില്ല. ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. എന്തായാലും ചങ്കിൽ ഒരു മുള്ളില്ലാതെ ഒരു മനുഷ്യനും ഈ വാഴ്വിൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. 700 കോടി മനുഷ്യരുടെ ചങ്കിൽ 700 കോടി മുള്ള എന്തോ ഒന്ന് ഇതിനകത്തിരുന്ന് ഒരാളെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന് മീതെ വല്ലാത്തൊരു അനുഗ്രഹത്തിൻ്റെ ഒരു തലമുണ്ടാകും എന്നൊരു സങ്കല്പത്തിലാണ് പ്രതീക്ഷയോട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് പ്രേരണ ഉണ്ടാകുന്നത്. പൗലോസിൻ്റെ ആ ഒരു കുഞ്ഞനുഭവം നമുക്ക് വായിച്ചെടുക്കാം. എൻ്റെ ഉള്ളിൽ ഒരു മുള്ളുണ്ട്, അല്ല ദൈവത്തോട് പരാതി പറയുകയാണ്. എന്താണ് ഈ പൗലോസിൻ്റെ മുള്ളെന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠനങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരുപക്ഷെ ആവശ്യമില്ല. എന്തോ ഒന്ന് അയാളുടെ ഉള്ളിൽ നലട്ടിയിരുന്നു. അത് മാനസികമോ കായികമോ ശാരീരികമോ ഒക്കെ ആയ എന്തെങ്കിലും ആവാം. പക്ഷേ ഈ വേദനയിലായിരുന്നു അയാൾ. എന്നിട്ടോ മൂന്നാവർത്തി പ്രാർത്ഥിക്കുകയാണ്. മൂന്നാവർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തും ഇങ്ങനെ സമ്പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധൻ 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 എന്ന് പറയുന്ന കണക്കിങ്ങനെ അത് പൂർണ്ണമാകുക എന്നാണ് യഹൂദ സങ്കല്പത്തിനകത്ത്. മൂന്നാവർത്തി കൊട്ടിവിളിച്ചു, മൂന്നാവർത്തി ഏറ്റുപറഞ്ഞു, മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഒരു ക്രിയ സമ്പൂർണ്ണമാകുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ മനുഷ്യനൊരു സമ്പൂർണ്ണമായ പ്രാർത്ഥന നടത്തി. ദൈവം അയാളോട് പറഞ്ഞു, ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ ഓരോരുത്തരുടെയും മുള്ളുകൾക്ക് മീതിയായിട്ട് അവിടെ ആശ്വാസത്തിൻ്റെ ഒരു ഷെയ്ഡ്, ആശ്വാസത്തിൻ്റെ ഒരു കവചം അവിടെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിലാണ് നമ്മുടെ പ്രതീക്ഷ. സങ്കടം അതിൽ തന്നെ അത്ര മോശപ്പെട്ട കാര്യമല്ലെന്നൊക്കെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് കണ്ട വിചാരങ്ങളെ ഒന്ന് വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. ഇങ്ങനെ അടിമുടി ഉണ്ടാകാവുന്ന ഒരു രൂപാന്തരീകരണം മാത്രമായിരുന്നു യേശുവിൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. ചെറിയ ചെറിയ ആചാരങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളോ പ്രാർത്ഥനാദികളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളോ ഒന്നും കാര്യമായി നിങ്ങളെ സഹായിക്കുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര പുറത്ത് വേഷം മാറിയാലും പൂച്ചയായാലും പുലിയായാലും ഒക്കെ ഇങ്ങനെ എലി തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ആ മനുഷ്യാവസ്ഥയ്ക്ക് കിട്ടുന്ന ഒരു പരിഹാരം നിലയിൽ വേണം നമ്മളിങ്ങനെ അഷ്ടഭാഗങ്ങൾ വായിക്കാനായിട്ട്. അതിങ്ങനെ അടിമുടി ഒരാളുടെ മാറ്റത്തിന് സഹായിക്കുന്നൊരു ഘടകമാണ്. കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ഈ മുള്ളിൽ നിന്ന് ഇങ്ങനെ തേൻ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്ന അനുഭവമാണിത്. എല്ലാ അഷ്ടഭാഗ്യ വാക്കുകളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതിൽ ആദ്യം കണ്ട വാക്കും ഇന്ന് നമ്മൾ കണ്ട വാക്കും തമ്മിൽ അത്രയും ബന്ധമുണ്ട്. ഒരാൾ സ്വയം ഭിക്ഷുവാണെന്ന് തിരിച്ചറിയുന്നൊരു ദിവസം തൊട്ട് അയാൾക്ക് കരയാതിരിക്കാനാവില്ല. അയാൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനുദപിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. ഇങ്ങനെ തലകുനിക്കാനായിട്ട് ലജ്ജാകരമായ ചില സാഹചര്യങ്ങളുണ്ട്. അയാൾക്കിങ്ങനെ വാവിട്ട് കരയാതിരിക്കാനാവില്ല. സങ്കീർത്തനങ്ങളൊക്കെ പറയുന്ന കണക്ക് എൻ്റെ കണ്ണീര് കൊണ്ട് ഞാൻ എൻ്റെ തലയിണ നനച്ചു. പക്ഷേ ആ മനുഷ്യൻ്റെ കണ്ണീരിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ധാരണയുള്ളത് ആ തലയിണെന്ന് പറയുന്ന ചെറിയ ഒരു കാര്യത്തിനായിരിക്കും. അത് മാത്രമേ മനുഷ്യൻ്റെ കരച്ചിൽ കണ്ടിട്ടുള്ളൂ. ചില മനുഷ്യരുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് തോന്നി ഇത്രയും ജലരാശി, ഇത്രയും നീർപ്രവാഹങ്ങൾ എങ്ങനെയാണ് മനുഷ്യ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുക. സങ്കടങ്ങൾ ആ മനുഷ്യനായിരിക്കുന്നതിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന കപ്പ നിങ്ങളെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നതും സ്നേഹസമ്പന്നനായ മനുഷ്യനാക്കി മാറ്റുന്നതും നിങ്ങളെ നിങ്ങളുടെ കാലത്തോട് ബന്ധിച്ച് നിർത്തുന്നതൊക്കെ ഈ കണ്ണീരാണ്. എല്ലാ കണ്ണീരിനും പരിഹാരമൊന്നും വേണമെന്നില്ല. കാരണം കണ്ണീരിൽ തന്നെ എന്തോ അഴകുണ്ട്, എന്തോ ആഴമുണ്ട്. വേദം ഇങ്ങനെ വേദനയിൽ നിന്ന് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ കണക്ക് ഇത് നിങ്ങളെ കുറേ കൂടി ജ്ഞാനിയായൊരു മനുഷ്യനാക്കി മാറ്റും. പിന്നെ കരച്ചിൽ തന്നെ എന്തൊരു സമാശ്വാസമാണ്. കരയാതിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ. ആമേൻ. ജീവിതം പ്രഭാമയം
സന്നിധാനം.